ഹലോ! എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ബുധനാഴ്ചയാണ്. ന്യൂ ഇയർ ദിവസം. അന്നത്തെ വീഡിയോ ആണേ. അപ്പോൾ ഇത് ഞാൻ ദേ പത്രം എടുക്കാൻ വേണ്ടി വെളിയിലോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇനി നമുക്ക് ചായ ഇടണം, പാല് വാങ്ങണം, ചായ ഇടണം. അങ്ങനെ ജോലികൾ ഓരോന്നോരോന്നായിട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ പാല് വാങ്ങുന്നത് തൊട്ട് തെക്കേ വീട്ടിൽ നിന്നാണേ. അപ്പോൾ നമ്മുടെ മതിലെ കൊണ്ടുവന്ന് പാത്രം വെച്ചാൽ മതി. വീട്ടിലുള്ളത് ആരാണോ അവർ കൊണ്ടുവന്ന് പാലൊഴിച്ച് തരാറാണ് പതിവ് കേട്ടോ. അപ്പോൾ ശബ്ദം കേട്ടാണ് ഞാൻ അകത്തേക്ക് നോക്കിയത്. അപ്പോൾ മോൻ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ അവിടുത്തെ മോനാണ് കേട്ടോ ഇന്ന് പാല് കൊണ്ടുവന്ന് ഒഴിച്ച് തരുന്നത്. അങ്ങനെ പാല് വാങ്ങിയിട്ട് ഞാൻ പിന്നെ വന്നിട്ട് ചായ ഇടാനായിട്ട് പിന്നെ കടല വെള്ളത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇടിയപ്പവും കടലയാണ് ഉണ്ടാക്കുന്നത്, കടലക്കറിയും ഇടിയപ്പവും. അപ്പോൾ കടല വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് അടുപ്പത്ത് വയ്ക്കാനായിട്ട് കുക്കറിലേക്ക് വാരി വയ്ക്കുന്നുണ്ട്. പിന്നെ സവോള, പച്ചമുളക് അതൊക്കെ നമ്മളെപ്പോഴും ചെയ്യാറുള്ള പോലെ തന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ചിട്ട് നമ്മൾ വറുതാളിച്ചിട്ട് അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് ഗരം മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് കടലക്കറി റെഡിയാക്കി എടുക്കുന്നത്. തേങ്ങ വറുത്തരയ്ക്കാറൊന്നുമില്ല, സിമ്പിളായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അങ്ങനെ കടല വേവിക്കാൻ വേണ്ടി ഞാൻ കുക്കറിലാക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ കട്ടൻ ചായയാണ് ആദ്യം വെച്ചിരുന്നത്. മോൻ രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ കട്ടൻ ചായ ചോദിക്കും. പാൽ ചായ രാവിലെ കുടിക്കാറില്ല, അതുകൊണ്ട് ഞാൻ ആദ്യം കട്ടൻ ചായ വെച്ചത്. അപ്പോൾ അത് കട്ടൻ ചായ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനത് മാറ്റിയിട്ട് പിന്നെ പാല് കൊണ്ടുവന്നത് ചായ വെക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പാല് ഞാൻ മാറ്റി വെച്ചിട്ട് പിന്നെ ചായ ഇടാറുള്ളൂ. വൈകുന്നേരത്തേക്ക് മുഴുവനും പാല് രാവിലെ വേണ്ട, കുറച്ച് പാല് ഞാൻ മാറ്റി വെക്കാറുണ്ട്. പിന്നെ ഇടിയപ്പത്തിനുള്ള വെള്ളവും വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളം തിളച്ച് വന്നിട്ട് വേണം പൊടി കുഴയ്ക്കാനായിട്ട്. പൊടി കുഴച്ചിട്ട് കുറച്ച് സമയം നമ്മൾ അടച്ച് മാറ്റി വെച്ചിട്ട് പിന്നെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് നല്ല സോഫ്റ്റ് ഇടിയപ്പമായിട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചായ ഇവിടെ തിളച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എല്ലാവർക്കും കുടിക്കാനായിട്ട് ഞാൻ കപ്പിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ മോന് കടയിൽ വിടണം, ഇറച്ചി വാങ്ങാനായിട്ട് വിടണം. അപ്പോൾ ഞാൻ ആ ലിസ്റ്റ് തയ്യാറാക്കി വെച്ചിരുന്നെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ആ ലിസ്റ്റുമായിട്ട് ഞാൻ പിന്നെ ദേ ചായ കുടിക്കാൻ വേണ്ടി ഇവിടെ വന്നിരുന്നതാണേ. അപ്പോൾ അതൊക്കെ ഒന്ന് ഏർപ്പെടുത്തി കൊടുക്കുകയാണ്. എന്തൊക്കെ വാങ്ങണമെന്നും എത്രയൊക്കെ വാങ്ങണമെന്നൊക്കെ പറഞ്ഞ് ഏർപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ട് വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഇടിയപ്പം ഉണ്ടാക്കാവുന്ന മാവൊക്കെ ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ദേ മോൻ അത് വാങ്ങാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോവുകയാണ്. വോയിസ് കൊടുക്കണതിൻ്റെ ഇടയ്ക്ക് ട്രെയിൻ പോകുന്ന ശബ്ദം കേൾക്കുന്നുണ്ടേ. അങ്ങനെ ദേ ഇടിയപ്പത്തിൻ്റെ മാവ് കുഴച്ചെടുത്ത് ഇടിയപ്പവും ഇവിടെ റെഡിയാക്കുന്നുണ്ട്. ഇടിയപ്പമൊന്നും നൂൽപുട്ടൊക്കെ എന്ന് പറയാമല്ലേ, ചില സ്ഥലങ്ങളിൽ ഇനി നൂൽപുട്ടെന്ന് പറയും, ഓരോ സ്ഥലത്തും ഓരോരോ പേരുകളല്ലേ. അങ്ങനെ ദേ പോയിട്ട് സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് വന്നു. ബീഫ് കിട്ടിയിട്ടുണ്ടായിരുന്നു, പിന്നെ അതിന് വേണ്ടുന്ന കുറേ സാധനങ്ങളൊക്കെ വേണം, അതൊക്കെ വാങ്ങിച്ചു. അപ്പോൾ നമ്മുടെ ഇടിയപ്പവും കടലക്കറിയും ഒക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി എല്ലാവരും കാപ്പിയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. രാവിലത്തെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ടാണ് പിന്നെ ഉച്ചയ്ക്കുള്ള നെയ്ച്ചോറും ബീഫും ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കിയതേ. അങ്ങനെ ദേ മോൻ ബീഫ് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അരിഞ്ഞാണ് വാങ്ങിച്ചിട്ട് വന്നത്, അതുകൊണ്ട് എനിക്ക് പിന്നെ അരിഞ്ഞ് കഷ്ടപ്പെടേണ്ട ആവശ്യം വന്നില്ല. അപ്പോൾ ഇനി നമുക്ക് ജോലികളൊക്കെ ആരംഭിക്കണം. അപ്പോൾ മക്കൾ ഇവിടുത്തെ സ്മൂത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പഴുത്ത മാമ്പഴം ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ പാല് വാങ്ങിച്ചിട്ട് ചായക്ക് ഞാൻ മുഴുവനും എടുത്തില്ലെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ബാക്കി പാലിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് സ്മൂത്തി ഉണ്ടാക്കി എടുക്കുക. അല്ലെങ്കിൽ മാമ്പഴം അതിരുന്ന പിന്നെ നാളത്തേക്ക് അത് കേടായിപ്പോവും. അപ്പോൾ അതിപ്പോൾ അവർ രണ്ടുപേരും കൂടെ അത് റെഡിയാക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കാനായിട്ട് റൈസ് ആദ്യം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് അവിടുന്ന് കഴുകി വാരി വെള്ളം പോകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നെയ്ച്ചോറും ബീഫും ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ട് അതുകൊണ്ട് എടുക്കാതിരുന്നത്. ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നെയ്യ് ഒഴിക്കുക. നെയ്യ് ഒഴിച്ച് കഴിയുമ്പോൾ മസാലക്കൂട്ടുകൾ ഗ്രാമ്പൂ, കറുവപ്പട്ട, ഏലയ്ക്ക, കുരുമുളക് അങ്ങനെ കുറച്ച് ഐറ്റംസ് എല്ലാം ഇട്ടൊന്ന് വഴറ്റിയിട്ട് അതിലേക്ക് ഒരു സവോള അരിഞ്ഞതും കൂടെ ഇട്ട് ആ സവോള വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന അരിയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു 3-4 മിനിറ്റ് മതി.
ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കണം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള കണക്കിലാണ് ഞാൻ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്തത്. പിന്നെ മക്കൾക്ക് ക്യാരറ്റ് കിടക്കുന്നത് വലിയ ഇഷ്ടമാണ്. റൈസിൽ ക്യാരറ്റ് കിടക്കുന്നത് ഇഷ്ടമായതുകൊണ്ട് ഞാൻ പിന്നെ 1 ക്യാരറ്റും കൂടെ റൈസിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ റൈസ് വേകാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഇതിനിടയിൽ ഞാൻ ബീഫ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകിയൊക്കെ എടുത്തതിന് ശേഷം ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ പുരട്ടി കുറച്ച് സമയം മാറ്റി വെച്ചിട്ടുണ്ടേ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പാത്രത്തിലേക്ക് സവോള എല്ലാം വഴറ്റിയിട്ട് മസാലകളെല്ലാം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഈ മസാല ഞാൻ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഞാൻ മസാല ഇട്ടതിന് ശേഷം അതിലേക്ക് ബീഫും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ റൈസ് ഏകദേശം ഇവിടെ വെന്ത് വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വെള്ളമൊന്നും ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ബീഫിൽ തന്നെ വെള്ളമുണ്ട്. അപ്പോൾ നമ്മൾ കുക്കർ അടച്ചു കൊടുത്ത് ഒരു 5ഓ 6ഓ വിസിലിന് പിന്നെ ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടും. ഇളത്ത ബീഫാണ്, അതുകൊണ്ട് ഒരുപാട് വേവൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ അതവിടെ ഇരുന്ന് വെന്ത് വരട്ടെ. അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ വെന്തിട്ടുണ്ട്. നല്ല പാകത്തിന് വേവായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഒഴിച്ച വെള്ളത്തിൻ്റെ അത്രയും അരിക്കുള്ള അളവിനനുസരിച്ചുള്ള വെള്ളമായിരുന്നു. അപ്പോൾ അതെല്ലാം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഐറ്റംസൊക്കെ ഒന്ന് വറുത്തെടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഒരു പാത്രത്തിലേക്ക് ആദ്യം അണ്ടിപ്പരിപ്പും വറുത്ത് കോരി എടുത്തതിന് ശേഷം കുറച്ച് സവോള നൈസാക്കി അരിഞ്ഞതും കൂടെ ഉണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ നമുക്ക് റൈസിൻ്റെ മുകളിലേക്ക് വിതറാനുള്ളതാണ് ഇതൊക്കെ. പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ വോയിസ് കൊടുക്കാനായിട്ട് ടെറസിലിരുന്നാണ് കേട്ടോ വോയിസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കാരണം പുറത്തുനിന്നുള്ള ശബ്ദങ്ങളൊക്കെ കയറി വരുന്നുണ്ട്. പട്ടിക്കുട്ടികളുടെ ശബ്ദമുണ്ട്, പിന്നെ ട്രെയിൻ പോകുന്ന ശബ്ദം, പിന്നെ ദൂരെ എവിടെയോ മരം അറുക്കുന്നതിൻ്റെ ഒരു ശബ്ദം കയറി വരുന്നുണ്ടായിരുന്നു. ആദ്യം ഞാൻ റൂമിലിരുന്ന് നോക്കി. റൂമിലിരുന്നപ്പോഴത്തേക്ക് തൊട്ട് വടക്കേ വീട്ടിൽ ഞാൻ പറഞ്ഞില്ലേ കുട്ടികളൊക്കെ ഒത്തിരി ഉണ്ട്. അപ്പോൾ അവരവിടെ കുട്ടികളെല്ലാവരും കൂടെ കളിക്കുന്ന ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ കോപ്പിറൈറ്റ് അടിച്ചാലോ എന്ന് ഓർത്തിട്ട് ഞാൻ പിന്നെ അവിടുന്ന് മാറിയിട്ടാണ് ടെറസിൽ വന്നിരുന്നത്. അപ്പോൾ എനിവേ നമുക്ക് നമ്മുടെ റൈസ് ഇവിടെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് അലങ്കരിച്ചെടുക്കുകയാണ്. മല്ലിയിലയും സവോള ഫ്രൈ ചെയ്തത്, അണ്ടിപ്പരിപ്പ്, ചെറുതായിട്ട് അരിഞ്ഞ ചെറി, ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്കൊന്ന് കണ്ടോളൂ. അപ്പോൾ നമുക്കിവിടെ ബീഫും ഒക്കെ റെഡിയായി കേട്ടോ. ഇനി നമുക്കതൊന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് വിളമ്പാം. അങ്ങനെ മക്കൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്ലേറ്റിലേക്ക് എടുത്ത് കൊടുക്കണേ. അപ്പോൾ തെക്കേ വീട്ടിൽ ഞാൻ പാല് വാങ്ങുന്നത് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ, സീന എന്ന പേര്. അവളുടെ മോനെ രാവിലെ പാലെടുത്ത് തന്നത്. അപ്പോൾ ആ മോന് കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നെയ്ച്ചോറും ബീഫും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അച്ചാറും കച്ചമ്പറും ഒക്കെ ഉണ്ടായിരുന്നേ, പപ്പടം ഇല്ലായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് കുറച്ച് ഷേക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ പ്രാവശ്യത്തെ ന്യൂ ഇയർ ആഘോഷവും ന്യൂ ഇയർ സ്പെഷ്യലും ഒക്കെ ഇതൊക്കെ ഇരുന്ന് കേട്ടോ. അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടമായോ? നെയ്ച്ചോറും ബീഫും അതുപോലെ ഷേക്ക് അടിച്ചതൊക്കെ ഇഷ്ടപ്പെട്ടു? കമൻ്റ് ഇടണേ. അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെ അങ്ങ് പോയി. അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ എല്ലാവർക്കും കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് അടുത്ത വിശേഷവുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ, സി യു.